ലോക ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറുകയാണ്. മുസ്തഫ ഖമീനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിലെ റജീം എത്രത്തോളം ശക്തമാണ് എന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും യൂറോപ്യൻ യൂണിയനും എല്ലാം ഒരുപോലെ ബോധ്യപ്പെട്ടിരിക്കുന്ന നാളുകളാണിത്. ഇറാന്റെ പോരാട്ട വീര്യം അത് വർദ്ധിച്ചു വരുന്നതല്ലാതെ അതിനൊരു കുറവും ഉണ്ടാകുന്നില്ല. അവർ ഇതുവരെ പൊട്ടിച്ചതെല്ലാം പഴയ മിസൈലുകളാണ്. ഇനി അവരുടെ കയ്യിലുള്ള പുതിയ സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നറിയുമ്പോൾ US പ്രസ് സെക്രട്ടറി ആകെ നെടുവീർപ്പിലാണ്. അവർ അവധിയെടുത്ത് പോയിരിക്കുകയാണ്. അതായത് പ്രസ് സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിക്കാൻ പോലും തയ്യാറാകാത്ത സമയമാണിത്. അതുമാത്രമല്ല, ഡൊണാൾഡ് ട്രംപിനെതിരെ അമേരിക്കയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കൃത്യമായ തെരുവ് പ്രതിഷേധങ്ങൾ കനക്കുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി ശക്തമായ തീരുമാനമെടുത്ത് പ്രസിഡന്റിനെ മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള സമര പോരാട്ടങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിലെ തെരുവോരങ്ങളിൽ നടക്കുന്നത്. ഇറാൻ ഒരു രീതിയിലും പിൻവാങ്ങില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. 2026 അമേരിക്കയ്ക്ക് ഏറ്റവും മോശപ്പെട്ട വർഷമായി പരിണമിക്കാനുള്ള സാധ്യതകളാണുള്ളത്. അമേരിക്കയ്ക്ക് മുമ്പിൽ ഇനി 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, ഇറാന്റെ കണ്ടീഷനുകളെല്ലാം അംഗീകരിച്ചുകൊണ്ട് ഒരു കീഴടങ്ങൽ എന്ന രീതിയിലേക്ക് വരിക. അതല്ലെങ്കിൽ പോരാട്ടം നടത്തി വലിയ നാശനഷ്ടങ്ങൾ വിതയ്ക്കുക. ഇറാനെ എല്ലാ രീതിയിലും പിന്തുണച്ചുകൊണ്ട് റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ ശക്തമായ പിന്തുണയോടെ നിൽക്കുകയാണ്. ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് വലിയ ആവേശമാണ് ഈ മണിക്കൂറുകളിൽ ഉണ്ടാകുന്നത്. നമുക്ക് അമേരിക്കയുടെ വില കൂടിയ വിമാനങ്ങളെല്ലാം തന്നെ ആക്രമിച്ചിരിക്കുന്ന സാഹചര്യമാണ്. നിലവിലെ പല ജെറ്റ് വിമാനങ്ങളും തകർത്തെറിഞ്ഞ് അമേരിക്കയ്ക്ക് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമ്പോൾ GCC രാജ്യങ്ങൾ ആകെ നെടുവീർപ്പിൽ നിൽക്കുകയാണ്. വീണ്ടും ഗൾഫ് യുദ്ധത്തിലേക്ക് വലിയ രീതിയിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങളിലേക്ക് ഇറാൻ കൊണ്ടുപോവുകയാണ് എന്നുള്ളത് മനസ്സിലാക്കി. ഇറാഖിനെ ചൂഷണം ചെയ്ത് എണ്ണ ഊറ്റിയെടുത്തതുപോലെ, അല്ലെങ്കിൽ വെനസ്വേലൻ പ്രസിഡന്റായ നിക്കോളാസ് മഡൂറയെ തട്ടിക്കൊണ്ടുപോയതുപോലെ അമേരിക്കയുടെ പാശ്ചാത്യ ബുദ്ധിയുടെ മറ്റൊരു കരുവായി തീരാൻ ഇറാന് താല്പര്യമില്ല എന്ന് മാത്രമല്ല, ഇറാൻ ആവുന്നത്ര രീതിയിലുള്ള പോരാട്ടം നടത്തുമ്പോൾ അത് അമേരിക്കയ്ക്ക് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല. വരും നാളുകളിൽ കൂടുതൽ ശക്തമായിട്ടുള്ള തിരിച്ചടിക്കുള്ള സാധ്യതയാണ് കാണുന്നത്. ഇറാൻ ഏതറ്റം വരെ പോരാടാനും തയ്യാറായി നിൽക്കുകയാണ്. തങ്ങളുടെ ആയുധ ശേഷി എത്രത്തോളം ഘനഗംഭീരമായിരുന്നു എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇറാന്റെ കയ്യിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ പലതും ഇതുവരെയും എടുത്തുവെച്ച് പരീക്ഷിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ്. ഇറാനെ ആക്രമിക്കാനോ ഒന്ന് തൊടാനോ പോലും ഭയപ്പെടുന്ന നാളുകളിലേക്കാണ് ഇപ്പോൾ ഖമേനിയുടെ ഭരണകൂടം കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുകയും ഇറാനിലെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ മുഴുവൻ ഉന്മൂലനം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞ അട്ടഹസിച്ചവന്മാർക്കുള്ള തിരിച്ചടിയാണിത്.